ബ്രാം സ്റ്റോക്കർ. ഈ പേര് കേൾക്കാത്ത ഹൊറർ നോവൽ വായനക്കാരുണ്ടാവില്ല. ഒരു പക്ഷേ ലോകത്തിലെ ആദ്യത്തെ രക്തരക്ഷസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട്, ഡ്രാക്കുള. ഡ്രാക്കുള എന്ന എപ്പിസ്റ്റോളറിയുടെ ശില്പിയാണ് ബ്രാം സ്റ്റോക്കർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രാം സ്റ്റോക്കറിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. ഒരു ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ബ്രാം സ്റ്റോക്കർ. അബ്രഹാം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ബ്രാം. 1847 അയർലൻഡിലെ ഡബ്ലിനിലാണ് ബ്രാം സ്റ്റോക്കർ ജനിച്ചത്. അബ്രഹാം സ്റ്റോക്കറിന്റെയും ഷാർലറ്റിന്റെയും മകനായാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ 7 വയസ്സ് വരെയുള്ള ജീവിതം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച ഒരു ഇരുണ്ട യുഗമായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം ഇദ്ദേഹത്തിന്റെ 7 വയസ്സ് വരെ ഇദ്ദേഹത്തിന് നിൽക്കുവാനോ നടക്കുവാനോ വയ്യാത്ത വിധം ഇദ്ദേഹം അവശനായിരുന്നു. മനസ്ഥൈര്യം കൊണ്ട് അവശതയെ മറികടന്ന ഇദ്ദേഹം ഒരു കായിക താരവും പിന്നീട് ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫുട്ബോൾ ടീം അംഗവുമായി മാറുകയായിരുന്നു. ഇദ്ദേഹം 10 വർഷം ഡബ്ലിൻ സിവിൽ സർവീസ് രംഗത്ത് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് ഇദ്ദേഹം ഹെൻറി ഇർവിങ്ങുമായി പരിചയപ്പെടുകയാണ്. ഹെൻറി ഇർവിങ് ഒരു നടനാണ്. ഇദ്ദേഹവുമായി പരിചയപ്പെട്ട ശേഷം ഹെൻറി ഇർവിങ്ങിന്റെ മരണം വരെ, അതായത് ഏകദേശം 27 വർഷം വരെ ഇദ്ദേഹത്തിന്റെ മാനേജറായിട്ട് നമ്മുടെ ബ്രാം സ്റ്റോക്കർ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് ഹെൻറി ഇർവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ രാജഭരണകാലത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു നാടകകാരനും ഒരു അഭിനേതാവുമായിരുന്നു ഹെൻറി ഇർവിങ്. ബ്രാം സ്റ്റോക്കറിന്റെ ആദ്യകാലത്തെ കൃതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവനയുടെയും പ്രണയത്തിന്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള കൃതികളായിരുന്നു ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം എഴുതിയിട്ടിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് ഡ്രാക്കുളയെ കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നത് പ്രൊഫസർ അർമീനിയസ് വാംബറി എന്ന ആളിൽ നിന്നുമായിരുന്നു. ഡ്രാക്കുള എന്ന പേര് നമ്മളെ പോലെ തന്നെ നമ്മുടെ ബ്രാമിനെയും വല്ലാണ്ട് ആകർഷിച്ചു. ഫ്രാങ്കൻസ്റ്റീൻ, വാർണി ദ വാമ്പയർ, ദ ഫീസ്റ്റ് ഓഫ് ബ്ലഡ് തുടങ്ങിയ കെട്ടുകഥകൾ വായിച്ച ഓർമ്മ ഈ സമയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. ഇതെല്ലാം ചേർന്നതോടെ ഡ്രാക്കുള എന്ന രക്തരക്ഷസിനെ കുറിച്ചുള്ള കഥ രചിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ഷെർലോക്ക് ഹോംസിന്റെ വിന്നിംഗ് ടൈമിലായിരുന്നു ഡ്രാക്കുള എന്ന കൃതി രൂപം കൊള്ളുന്നത്. നമുക്കറിയാം ഡ്രാക്കുള എന്ന കൃതിയുടെ ഒരു പശ്ചാത്തലം ട്രാൻസിൽവാനിയ അഥവാ റുമേനിയയാണ്. എന്നാൽ ബ്രാം ഒരിക്കൽ പോലും ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. 1887 ഡ്രാക്കുള എന്ന രചന ബ്രാം എഴുതി തുടങ്ങിയത്. തുടർന്ന് 10 വർഷത്തിന് ശേഷം, അതായത് 1897 ഡ്രാക്കുള പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1987 പുറങ്ങിയ ദി സെന്റിനറി എന്ന് പറയുന്ന ബുക്കില് ബ്രാം സ്റ്റോക്കറിന് ഡ്രാക്കുള എന്ന കഥ എഴുതാനായിട്ട് സഹായകരമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി ആചരിച്ച വർഷം നാട്ടിലെ പടർന്നു പിടിച്ച വിഷജ്വരത്തെ കുറിച്ചായിരുന്നു. മറ്റൊന്ന്, ക്ലാർക്ക് എന്ന് പറയുന്ന ഒരാള് ഒരു പ്രത്യേക തരം രക്തമിശ്രിതം പുറത്തിറക്കിയിരുന്നു. ഈ രക്തമിശ്രിതത്തെ കുറിച്ചുള്ള പരസ്യം ദ ടൈംസ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. രക്തം കുടിക്കുന്ന ആളുകളെ കുറിച്ചുള്ള കഥകളും അക്കാലത്ത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഇവയൊക്കെ ഡ്രാക്കുള എന്ന പുസ്തകം എഴുതാൻ ബ്രാം സ്റ്റോക്കറിന് പ്രചോദനകരമായി എന്ന് ദ സെന്റിനറി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. തുടക്കകാലത്ത് ദ അൺഡൈഡ് എന്നായിരുന്നു ഈ പുസ്തകത്തിന് പേര് നൽകിയിരുന്നത്. പിന്നീടാണ് ഇത് ഡ്രാക്കുള എന്ന പേരിലേക്ക് മാറിയത്. ഇദ്ദേഹം വേറെ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ദ ജ്വൽ ഓഫ് 7 സ്റ്റാർസ് ആയിരുന്നു ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം. ബാലൻസ് പുസ്തകങ്ങൾ ആരാലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ബ്രാം സ്റ്റോക്കർ പിന്നീട് അറിയപ്പെട്ടത് ദ ഓതർ ഓഫ് ഡ്രാക്കുള എന്ന പേരിലായിരുന്നു. 1912 ഇദ്ദേഹത്തിന്റെ 65-ാം വയസ്സിൽ മദ്യപാനവും അതികഠിനമായ അധ്വാനവും മൂലം ഇദ്ദേഹം അന്തരിച്ചു. ഡ്രാക്കുള യൂറോപ്പിലെ പരമ്പരാഗത നാടോടി കഥകളും സങ്കല്പങ്ങളും അടിസ്ഥാനമാക്കി എഴുതിയ ഒരു ഗോത്തിക് റൊമാൻസും എക്കാലത്തെയും ഹൊറർ നോവലുകളിൽ വെച്ച് ഏറ്റവും ഭീതിജനകമായ കൃതിയുമായി ഈ പുസ്തകം ഇന്നും വിറ്റുപോകുന്നു. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും